കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. താനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി CPM. താനൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖിനെ കയ്യാമം വെച്ച ലീഗ് പ്രവർത്തകർക്ക് മുൻപിൽ പ്രദർശനം നടത്തിയെന്ന് ആരോപിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയന്റെ നേതൃത്വത്തിലുള്ള CPM നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. താനൂർ അയ്യായ മുസ്ലിം ലീഗ് ഓഫീസ് കത്തിച്ച കേസിൽ പോലീസ് വിശാഖിനെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് വിശാഖ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുപോയ വിശാഖിനെ മുസ്ലിം ലീഗുകാർക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന വിധം കയ്യാമം വെച്ച് പ്രദർശിപ്പിച്ചുവെന്നാണ് CPM ആരോപണം. താനൂർ CI, SI എന്നിവർക്ക് എതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ഉചിതമായി തീരുമാനമെടുക്കാമെന്ന് താനൂർ ഡിവൈഎസ്പി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയെ പോലീസ് ഇവിടെ ഞാനാണ് ബ്ലോക്ക് സെക്രട്ടറിനോട് കൊണ്ടുവന്നത്. സറണ്ടർ ചെയ്യിച്ച് പോലീസിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അവിടെ കോടതിയുടെ ഉത്തരവുമുണ്ട്. അത് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഇതിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയതാണ്. തെളിവെടുപ്പിനെന്ന് പറഞ്ഞിട്ട് സ്പോട്ടിക്ക് കൊണ്ടുപോയതാണ്. സ്പോട്ട് പോകുമ്പോഴൊന്നും കയ്യാമം വെച്ചിട്ടില്ല. അതിനുശേഷം അവിടെ വെച്ചിട്ട് ലീഗിൻ്റെ ഓഫീസിൽ ഇരുന്ന് ആളുകൾ പറയുന്നതിനനുസരിച്ച് CI കയ്യാമം വയ്ക്കാൻ കയ്യാമം വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് CI മാറി. അതായത് വീഡിയോയിൽ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ട്. ആ ലീഗിൻ്റെ ഓഫീസിൽ ഇരുന്ന് വെച്ച് വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി ഇയാൾ മാറിക്കൊടുക്കുക. എന്നിട്ട് അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. അത് മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോ വെച്ചിട്ട് ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുക. ഇത് വളരെ മോശപ്പെട്ട നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് താനൂരിലെ CIന്റെയും SIന്റെയും ഭാഗത്തു നിന്നുള്ള വലിയ മോശപ്പെട്ട നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയത് ഞങ്ങൾ CIനായിട്ടും DYSPനായിട്ടും സംസാരിക്കാനാണ് രാവിലെ ഇവിടെ വന്നത്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. DYSP ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും കൂടി ചെന്നതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ ഗൗരവമായ സമരങ്ങളുമായിട്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നു. ഈസ്റ്റ് ലൈഫ്, താനൂർ.